ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം. ഓരോ ദിവസം ചെല്ലുംതോറും നമ്മുടെ നാട്ടിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതിനകം നിരവധി പേർക്ക് സൂര്യാഘാതം ഏറ്റിട്ടുണ്ട്. മാത്രമല്ല, താപനില ഇനിയും ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ സൂര്യാഘാതത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് പലർക്കും അറിയില്ല. ചർമ്മത്തിലെ വിളർച്ചയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് മനസ്സിലാക്കിയാൽ സൂര്യാഘാതമേറ്റോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വിളർച്ച ബാധിച്ചതുപോലെയുള്ള ചർമ്മം എല്ലാം സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നല്ല. എന്നാൽ ഇതും ഒരു ലക്ഷണമാണ് എന്ന കാര്യം അവഗണിക്കരുത്. അമിത ക്ഷീണം ഈ വേനൽക്കാലത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ പുറത്തുപോയി വന്ന ഉടനെ അമിതമായ ക്ഷീണവും തളർച്ചയും ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ അല്പം ശ്രദ്ധിക്കണം. കാരണം ഇത് പലപ്പോഴും വിരൽ ചൂണ്ടുന്നത് സൂര്യാഘാത ലക്ഷണങ്ങളിലേക്കാണ്. ഓക്കാനവും തലകറക്കവും പുറത്തുപോയി വന്ന ഉടനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഉയർന്ന തോതിലുള്ള ഹൃദയമിടിപ്പാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ സൂര്യാഘാതമേറ്റു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ശ്വാസഗതിയുടെ വേഗത കൂടുന്നത് പലപ്പോഴും സൂര്യാഘാതമേൽക്കുന്നതിന്റെ ലക്ഷണമാണ്. പേശികളുടെ കോച്ചിപ്പിടുത്തം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ചൂടിൽ നടക്കുമ്പോൾ അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ വിശ്രമിക്കണം. അതും തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വിശ്രമിക്കാൻ പാടുകയുള്ളൂ. ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിർജ്ജലീകരണം ശരീരത്തിൽ സംഭവിക്കാൻ അവസരം നൽകരുത്. നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് ദിവസവും 3 ലിറ്റർ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കുക. കൂടാതെ നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം എന്നിവയും ശീലമാക്കാം. ചായയും കാപ്പിയും ഒരു പരിധിവരെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മദ്യപിക്കുന്നതും നല്ലതല്ല. കടയിൽ നിന്നും വാങ്ങിക്കുന്ന കൃത്രിമ ശീതളപാനീയങ്ങൾ ദാഹം കുറയ്ക്കുമെങ്കിലും ഇവയെല്ലാം പിന്നീട് ദാഹം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയം ഒരു കാരണവശാലും വെയിൽ കൊള്ളരുത്. ഇത് നിങ്ങൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വസ്ത്രധാരണത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. എപ്പോഴും അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.